നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നടത്തുന്ന ഏത് പേയ്മെൻറ്റുകൾക്കും 5% വരെ ക്യാഷ് ബാക്ക് നൽകുന്ന കിടിലൻ UPI പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് super.money എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ ഫ്ലിപ്കാർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഭീം പോലെയുള്ള ഏത് UPI ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിരുന്നാലും അതുപോലെ കടകളിലുള്ള QR കോഡ് സ്കാൻ ചെയ്തിരുന്നാലും നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സൂപ്പർ മണി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമ്മൾ സെർച്ച് ബാറിൽ super.money എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ super.money എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഒരു ബ്ലൂ ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഫോണിലേക്ക് ഒരു SMS ആയിട്ട് OTP വരും. അപ്പോൾ നമ്മൾ ആ OTP എടുത്ത് ഇവിടെ താഴെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ വന്നിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനത് കോപ്പി പേസ്റ്റായി. അതിനുശേഷം നമുക്കിത് ഇവിടെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് അംഗീകരിക്കാൻ. അതിനുശേഷം അലോ എന്ന് പറഞ്ഞാൽ 2-3 ബട്ടൺസ് വരും. അപ്പോൾ അതൊന്ന് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക, അതായത് നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ ഉപയോഗിക്കാൻ. അതിനുശേഷം നമ്മുടെ സിം കാർഡ് സെലക്ട് ചെയ്യണം, അതായത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ്. ഏത് സിമ്മാണോ ആ സിം കാർഡൊന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ₹1 ഒക്കെ നമുക്ക് ചാർജ് വരും, SMS ചാർജ്. അപ്പോൾ അതിനുള്ള ബാലൻസ് ഒക്കെ നമ്മുടെ ഫോണിൽ ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആവും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നേരത്തെ ഗൂഗിൾ പേയോ ഭീമോ പോലെയുള്ള UPI ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്കാണ് ഇതുപോലെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അല്ല എങ്കിൽ ഇവിടെ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടും ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റുപ്പേ ക്രെഡിറ്റ് കാർഡും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് പ്രൈമറി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ആ ബാങ്കിലെ UPI എനേബിൾ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ എനിക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് അതവിടെ എനേബിളായി വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷനിൽ ലിങ്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിവിടെ ലിങ്ക് റുപ്പേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റുപ്പേ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ നമുക്കിവിടെ യെസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമുക്ക് പ്രൈമറി അക്കൗണ്ടായിട്ട് എനേബിൾ ചെയ്യുന്നതിനാണ് യെസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ ക്യാമറ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ മുകളിലായിട്ട് ടാപ്പ് ടു സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കടയിലുള്ള QR കോഡൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ താഴെ സെൻഡ് മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഗിഫ്റ്റ് അയക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കും പേയ്മെൻറ്റ് ചെയ്യാനില്ലെങ്കിൽ ഇതുപോലെ കാണിക്കുന്ന ഫോട്ടോ ഒന്ന് സ്കാൻ ചെയ്ത് നമുക്കൊന്ന് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഡൊണേഷനാണ്, നമുക്ക് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ തന്നെ നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിനുള്ള ആളെയും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരാൾക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്കിവിടെ മുകളിൽ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ നമുക്ക് UPI എന്ന് പറഞ്ഞതിന് ശേഷം കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ കാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. അതായത് നമുക്ക് ഇവർ തന്നെ ഒരു സൂപ്പർ കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ടൈം നമ്മൾ ജോയിൻ ദ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൽ ആഡാവും. അതിനുശേഷം നമ്മൾ എലിജിബിൾ ആവുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് അവർ അനുവദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സിബിൽ സ്കോറൊക്കെ ചെക്ക് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനാണ് ഏറ്റവും താഴെ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കാർഡാണ്. അതായത് നമ്മൾ മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന
ക്യാഷ് ബാക്ക് റിവാർഡ്സ് നമുക്ക് ദാ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ക്യാഷ് ബാക്ക് ഒന്നും കാണുന്നില്ല. നമ്മൾ ആർക്ക് പേയ്മെൻറ്റ് ചെയ്താലും ഒരു ചെറിയൊരു തുക നമുക്ക് ഉറപ്പായിട്ടും ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഒരാൾക്ക് പൈസ അയച്ച് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെറിയൊരു ക്യാഷ് ബാക്ക് ലഭിക്കുന്നത് 5% വരെ ക്യാഷ് ബാക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ളവർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് ബാക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ബാലൻസ് അറിയേണ്ടതെന്ന് അറിയണമെങ്കിൽ ദാ ഇവിടെ കണ്ടോ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ദാ ഇവിടെ ചെക്ക് ബാലൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിരുന്നുണ്ട്. അതിനുശേഷം ദാ ഇവിടെ ബാലൻസ് കാണാൻ പറ്റും. അപ്പോൾ UPI നമ്പർ ടൈപ്പ് ചെയ്യാത്ത കൊടുക്കണം. പിന്നെ വരുന്നത് നമുക്ക് പൈസ അയക്കാൻ സെൻഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആർക്കാണോ അയക്കേണ്ടത് അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ അലോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് നമ്പറിൽ നിന്നും പൈസ അയക്കാം. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും പൈസ അയച്ചു കഴിയുമ്പോൾ ഇതുപോലെ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും.